നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൊള്ളാം. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എപ്പ ഇറങ്ങിപ്പോയത് അവിടുന്ന്? എന്താ മോനെ, എന്താ പറ്റിയ? നീ എന്താ ആകെ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലാന്ന് നീ വെറുതെ പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താന്ന് അമ്മയോട് പറ. നീ ക്ഷേത്രത്തിൽ പോയില്ലേ? പോയി. അമ്മയുടെ മുന്നിൽ തൊഴുതു നിന്നപ്പോ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവളെ കണ്ടപ്പോ പോയി കിട്ടി. ആരെ? അഖിലയോ? അവളെ നീ ഇന്ന് കണ്ടോ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു? എന്ത് പറയാ? അവളുടെ കണ്ണിൽ ഞാനിപ്പോ കള്ളന്റെ മോനും കൊള്ളരുതാത്തവനൊക്കെ ആണല്ലോ. എന്നെ കുറെ അധിക്ഷേപിച്ച് സംസാരിച്ചു. പോട്ടെ മോനെ, നീ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. എന്നെങ്കിലും നിന്റെ മനസ്സ് അവള് തിരിച്ചറിയും. ഇനി അതിനവള് തയ്യാറല്ലെങ്കിൽ കൂടി അത് മനസ്സിലിട്ട് നീട്ടണ്ട. അതൊന്നും നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. അതിലൊന്നും എനിക്കിപ്പോ സങ്കടമില്ലമ്മേ. അവൾ എന്നെ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്തോട്ടെ. പക്ഷെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ അവൾ പറഞ്ഞ് സമർത്ഥിക്കാൻ നോക്കുന്നത്. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. ദേവി ചേച്ചിയോട് അവക്കും അവളുടെ അമ്മയ്ക്കും ശത്രുത ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ പേരില് ഞാനും അവരെ വെറുക്കണമെന്ന് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയൊക്കെ ആയാലും അവളുടെ ചേച്ചിയുടെ സ്ഥാനം തന്നെയല്ലേ ദേവി ചേച്ചിക്ക്. ആ ഒരു പരിഗണന പോലും നൽകാതെയാ പലപ്പോഴും അവളുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ. അതൊന്നും നീ കാര്യാക്കണ്ട. നിനക്കിങ്ങനെയൊക്കെ മാറാൻ തോന്നിയത് ദേവൂട്ടി കാരണാ. നമുക്ക് നല്ലത് പറഞ്ഞു തരുന്നവരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം. അല്ല, നീ ദേവൂട്ടിയെ കണ്ടിരുന്നോ? ഇല്ല, ചേച്ചി ഇന്നും കണ്ടില്ല. പൂക്കടയിലും ഉണ്ടായിരുന്നില്ല, ക്ഷേത്രത്തിലും കണ്ടില്ല. ചേച്ചിയെ കണ്ട് മനസ്സോർന്നൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായനെ. മോ സങ്കടപ്പെടണ്ട. സമയദോഷം കൊണ്ടാവും ഇങ്ങനെയൊക്കെ. ഈ മോശം സമയമൊക്കെ അങ്ങ് മാറും. മോൻ ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കേ. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലടേ. നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താൽ നിന്റെ മോന്റെ തലയിൽ കയറില്ലല്ലോ. വേണ്ട വേണ്ട, നിങ്ങളുടെ നല്ല ബുദ്ധി എന്താണെന്ന് എനിക്കറിയാം. അതൊന്നും എന്റെ മോന്റെ തലയിൽ കുത്തിവെക്കാൻ നോക്കണ്ട. അല്ലേലും നിനക്കും നിന്റെ മോനും ഈ ഇടയായി ഞാൻ പറയുന്നൊന്നും മനസ്സിലൊടിക്കാറില്ലല്ലോ. പിന്നെ നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഇവനിപ്പോ സമയം തീരെ മോശമാ. അത് ഇവന്റെ കുറ്റമല്ല. നമുക്കിപ്പോ മൊത്തത്തിൽ സമയം മോശമാ. എല്ലാം ഒന്ന് കലങ്ങി തെളിയണമെങ്കിൽ 90 ദിവസം കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാജയോഗമാ. പിന്നെ അതുവരെ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം. അത് സമ്മതമാണോ എന്റെ മോന്? ഇല്ലച്ച, അച്ഛൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തയാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ 90 ദിവസം സമയദോഷമാണെങ്കിൽ അത്രയും ദിവസം ഞാൻ മൂകാംബിക അമ്മയുടെ മുന്നിൽ ഭജന ഇരുന്നോളാം. അതിന്റെ പുണ്യം എല്ലാവർക്കും കിട്ടുമല്ലോ. ഞാൻ പറയട്ടെ, നന്നാവില്ല. നിന്റെ മോൻ ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാ. അവൻ നേരെ അവൻ നിങ്ങൾ സമ്മതിക്കില്ലേ? അവനെ നേരാക്കി എടുക്കാൻ ഞാൻ നോക്കുന്നേ. അല്ല, നീ പറയുന്ന പോലെ അവൻ ദൈവത്തിന്റെ പിന്നാലെ പോയാലേ ഈ കുടുംബം മുടിഞ്ഞു പോവും. അങ്ങനെയുള്ള കാലം അതിന് വരാൻ പോകുന്നേ. അമ്മയും മോനും ഇനി അത് ഓർത്താ നല്ലത്. നീ എന്താ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞേ? പറയാം, പക്ഷെ കേൾക്കുമ്പോ അമ്മ എന്നോട് ചാടിക്കടിക്കാൻ വരരുത്. ദേവണ്ണേ, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കാശ് ചെലവുള്ള കാര്യം വല്ലതും ആണെങ്കിൽ അതൊന്നും നടക്കൂല കേട്ടോ. ഈ അമ്മയോട് ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് അതൊന്നും അല്ല. ഞാനേ ഇന്ന് ദേവൂട്ടി കണ്ടിരുന്നു. ദേവൂട്ടി ഇവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയ വഴിയാ ഞാൻ കണ്ടത്. അവൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ടുന്നോ? അതെപ്പോ? ആ
വിദ്യാമ്മയുടെ കൂടെ ഒളിച്ചും പാത്തും അങ്ങനെ വന്നായിരിക്കോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. വന്നപ്പോഴും പോയപ്പോഴും അവര് തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആരുടെ കൂടെ വന്നതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോ അച്ഛനെ കാണാൻ വന്നതാണെന്ന് ദേവൂട്ടി പറഞ്ഞത്.